നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ. നിരവധി ആരാധകരാണ് താരത്തിനുള്ളത്. മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് 12ലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്ന് നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു. നന്ദനത്തിന്റെ റീമേക്ക് ചിത്രമായ തമിഴ് സിനിമ സിഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി മുകുന്ദൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദന് ഒരു ബ്രേക്ക് കിട്ടിയത്. തുടർന്ന് വിക്രമാദിത്യൻ, KL 10 ഒരു മുറൈവന്ത് പാത്തായ, മാളികപ്പുറം, മേപ്പടിയാൻ, മാർക്കോ തുടങ്ങിയ നിരവധി നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട്. നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണിമുകുന്ദൻ തിളങ്ങിയിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണിമുകുന്ദൻ. റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു. നടന്റെ പുതിയ സിനിമകൾക്കായെല്ലാം ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട്. മാർക്കോയുടെ വിജയാഘോഷത്തിലാണ് നടൻ ഇന്ന്. ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൻ എന്ന ഹാഷ്ടാഗാണ് ഉണ്ണിക്ക് ലഭിക്കുന്നത്. മോളിവുഡിൽ ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള നായക നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ. ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ നേടി മുന്നേറുന്ന മാർക്കോയിൽ ഉണ്ണിമുകുന്ദന്റെ സംഹാര താണ്ഡവമാണെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നു. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെയും ഇത്രയും വയലൻസ് പ്രേക്ഷകർ കണ്ടിട്ടില്ല. ആക്ഷൻ രംഗങ്ങൾ നടൻ മികവുറ്റതാക്കി. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലന്മാർ കൂടിയായതോടെ മാർക്ക് പ്രേക്ഷകർ ഏറ്റെടുത്തു. കരിയറിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് ഉണ്ണിമുകുന്ദൻ ഇന്നത്തെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമാ രംഗത്ത് ഗോഡ്ഫാദർ ഉണ്ണിമുകുന്ദൻ ഉണ്ടായിരുന്നില്ല. മോളിവുഡിൽ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ തുടങ്ങിയ ഒട്ടുമിക്ക താരങ്ങളും സിനിമാ കുടുംബ പശ്ചാത്തലമുള്ളവരാണ്. എന്നാൽ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഉണ്ണി ഇന്ന് മോളിവുഡിലെ സൂപ്പർ താരമായിരിക്കുന്നു. താൻ നേരിട്ട അവഗണനകളെക്കുറിച്ചും ഉണ്ണിമുകുന്ദൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉണ്ണിമുകുന്ദനെ ഒരു നടി അവഗണിച്ചതിനെ കുറിച്ച് നടൻ ടിനി ടോം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിൽ വിക്കനായി അഭിനയിക്കാൻ ഒരു പയ്യൻ വന്നിരുന്നു. എങ്ങനെയാണ് ചേട്ടാ വിക്കി സംസാരിക്കുക എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് ആ പയ്യൻ നല്ല സ്റ്റാറായി വന്നു. എന്നോടൊപ്പം തന്നെ അമ്മ എന്ന സംഘടനയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായി. ഉണ്ണിമുകുന്ദൻ എന്നാണ് പേര്. ഉണ്ണി പോലും ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അന്ന് ഒരു നടിക്ക് അവന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ കുറച്ചിൽ പോലെ ഫോട്ടോഷൂട്ടിൽ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഉണ്ണി അന്ന് പുതിയ പയ്യനാണ്. പക്ഷെ കാലം അവനെ നായകനാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഒരു പക്ഷേ ആ നടി ഇന്ന് ഉണ്ണിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. കർമ്മ എന്നൊന്നുണ്ട്. ആരെയും ചെറുതായി കാണാൻ പാടില്ല. മൽപ്പീലി കുറ്റിയാണെങ്കിലും നാളെ എന്താകുമെന്ന് പറയാനാകില്ലെന്നും ടിനി ടോം അന്ന് പറഞ്ഞു. ടിനി ടോം പറഞ്ഞ നടി ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ആരാധകർക്ക്. താനാണ് നായകനെങ്കിൽ സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞ നായിക നടിമാരുണ്ടെന്ന് ഉണ്ണിമുകുന്ദൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഐഡിയോളജികളിൽ വിശ്വസിക്കുന്നവർ എന്നോടൊപ്പം വർക്ക് ചെയ്യാൻ തയ്യാറായില്ല. ചില മുൻനിര നായക നടിമാർ സംവിധായകനോട് നായകനായി എന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നായകന്മാർ നായികയെ മാറ്റാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് അതിന്റെ മറ്റൊരു വശമാണെന്നും ഉണ്ണിമുകുന്ദൻ അന്ന് പറഞ്ഞു. മാർക്കോയുടെ വിജയത്തിളക്കത്തിലാണ് ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ. താരത്തിന്റെ വരാനിരിക്കുന്ന സിനിമകൾ ആരാധകർക്കുള്ള പ്രതീക്ഷ ഏറെയാണ്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.